So we know what is binding energy. Binding energy is the energy equivalent of mass defect. Next is binding energy curve. Binding energy curve is the graph with mass number A in the x-axis. X-axis mass number, and in y-axis binding energy per nucleon. But per nucleon കാണണമെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺ അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ഇസ് ദ മാസ് നമ്പർ എ. അതായത് ബൈൻഡിങ് എനർജിയെ മാസ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളതാണ് വൈ ആക്സിസിൽ. ഇൻ അതർ വേർഡ്സ് ബൈൻഡിങ് എനർജി പെർ nucleon, and here mass number, and the shape of the graph is like this. Shape mass number increase ചെയ്യുന്നതനുസരിച്ച് ബൈൻഡിങ് എനർജി per nucleon increase ചെയ്യും. Then reaches a maximum value, then binding energy decrease ചെയ്യും. ഈ maximum value ഉള്ളത് for A is equal to 56, മാസ് നമ്പർ 56 ആയിട്ടുള്ള ആ ഒരു ന്യൂക്ലിയസിൻ്റെ കേസിലാണ് ബൈൻഡിങ് എനർജി മാക്സിമം, and that is iron. And uranium with 7.6 MeV binding energy is here. ഇതാണ് ഗ്രാഫിൻ്റെ നേച്ചർ. ബൈൻഡിങ് മാസ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ബൈൻഡിങ് എനർജി ഇൻക്രീസ് ചെയ്ത് ഒരു മാക്സിമത്തിലെത്തും, ദെൻ ഡിക്രീസസ്. അപ്പോൾ മാക്സിമം ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഉള്ള എലമെൻ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അയൺ ആണ്. അയൺ Fe, അയണിൻ്റെ സിമ്പൽ Fe എന്നാണ്. അതാണ് അതിൻ്റെ ഒരു ഫീച്ചർ, ഗ്രാഫിൻ്റെ ഒരു ഫീച്ചർ. ആസ് മാസ് നമ്പർ ഇൻക്രീസസ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ increases, then reaches a maximum value, then decreases. And there are peaks in this area. ആദ്യത്തെ റീജിയൻ എന്ന് പറയുന്നത് ലൈറ്റർ ന്യൂക്ലിയ ആണ്. മാസ് നമ്പർ വളരെ കുറവുള്ള ലൈറ്റർ ന്യൂക്ലിയ ആണ്. ആൻഡ് ഫോർ ദം ബൈൻഡിങ് എനർജി ഈസ് സ്മോൾ. അപ്പോൾ ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ കേസിൽ ബൈൻഡിങ് എനർജി സ്മോൾ ആണ്. എ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ബൈൻഡിങ് എനർജി ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദർ ആർ സർട്ടൻ പീക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പെട്ടെന്നൊരു റീജിയനിൽ ബൈൻഡിങ് എനർജി ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ? അതുപോലെ ഈ ഒരു റീജിയനിൽ ബൈൻഡിങ് എനർജി പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പീക്ക് കാണുന്നു. ആൻഡ് ദാറ്റ് ഈസ് ഡ്യൂ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ന്യൂക്ലിയസ് ലൈക്ക് ഓക്സിജൻ, where number of neutrons is equal to number of protons. അപ്പോൾ അങ്ങനെ ന്യൂട്രോണിൻ്റെ നമ്പറും പ്രോട്ടോണിൻ്റെ നമ്പറും സെയിം ആയിട്ടുള്ള ന്യൂക്ലിയസ്. എക്സാമ്പിളാണ് O860. അപ്പോൾ ഇതുപോലുള്ള ന്യൂക്ലിയസിൻ്റെ കേസിലാണ് ഇതുപോലെ പീക്കുകൾ കാണുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ദ പ്രസൻസ് ഓഫ് ന്യൂക്ലിയസ് വിത്ത് number of neutrons and number of protons same, and for them there are certain peaks in the binding energy curve. And for heavier nucleus, heavier കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ന്യൂക്ലിയസ് വിത്ത് ഹൈ മാസ് നമ്പർ. അപ്പോൾ ഹെവിയർ ന്യൂക്ലിയസിൻ്റെ കേസിലും ബൈൻഡിങ് എനർജി കുറവാണ് അല്ലേ? അപ്പോൾ ബൈൻഡിങ് എനർജി മാക്സിമം ആവുന്നത് ഈ ഒരു റീജിയനിലാണ്. 56 അറ്റോം മാസ് നമ്പർ 56ന് അറൗണ്ട് ആയിട്ടാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഏറ്റവും മാക്സിമം. അപ്പോൾ ലൈറ്റർ ന്യൂക്ലിയസിൻ്റെ കേസിലും ബൈൻഡിങ് എനർജി കുറവാണ്, ഹെവിയർ ന്യൂക്ലിയസിൻ്റെ കേസിലും ബൈൻഡിങ് എനർജി കുറവാണ്. അപ്പോൾ ഇതാണ് ബൈൻഡിങ് എനർജി കർവ്. ബേസിക്കലി ഇറ്റ് ഇസ് എ കർവ്
with mass number in the x-axis and binding energy per nucleon in the y-axis. അപ്പോൾ നമ്മൾ ബൈൻഡിങ് എനർജി കർവ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തു. Then we can explain fission and fusion with the help of binding energy curve. Fission and fusion. Fusion എന്ന് പറഞ്ഞാൽ ലൈറ്റർ ന്യൂക്ലിയസ് combined to form heavier nucleus, releasing energy. അപ്പോൾ ഈ ഫോർമേഷൻ പ്രോസസ്സിൽ എനർജി റിലീസ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫ്യൂഷൻ. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റർ ന്യൂക്ലിയസ് കമ്പൈൻഡ് ടു ഫോം ഹെവിയർ ന്യൂക്ലിയസ് ആൻഡ് എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഫിഷൻ. അപ്പോൾ ഫിഷൻ എന്താണ്? ഫിഷൻ ഈസ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ഹെവിയർ ന്യൂക്ലിയസ് ഇൻ ടു ലൈറ്റർ വൺസ്. ഇപ്പോൾ ഹെവിയർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ഓൾസോ എനർജി ഈസ് റിലീസ്ഡ്. ആൻഡ് വി ക്യാൻ എക്സ്പ്ലെയിൻ ദിസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബൈൻഡിങ് എനർജി കർവ്. അപ്പോൾ ബൈൻഡിങ് എനർജി കർവിൽ നിന്ന് വി ആർ ഷുവർ ദാറ്റ് ബൈൻഡിങ് എനർജി ഫോർ ലൈറ്റർ ന്യൂക്ലിയസ് ആൻഡ് ബൈൻഡിങ് എനർജി ഫോർ ഹെവിയർ ന്യൂക്ലിയസ് ഇസ് ലെസ്. അപ്പോൾ മിഡിൽ റീജിയനിലുള്ള ന്യൂക്ലിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റർ ന്യൂക്ലിയസിനും ഹെവിയർ ന്യൂക്ലിയസിനും ബൈൻഡിങ് എനർജി കുറവാണ് അല്ലേ. ബൈൻഡിങ് എനർജി കുറവെന്ന് പറഞ്ഞാൽ മാസ് ഈസ് ലോസ്റ്റ് ആസ് എനർജി ആൻഡ് therefore energy is released when lighter nucleus combine to heavier nucleus. അപ്പോൾ ഹെവിയർ ആകുമ്പോഴും ബൈൻഡിങ് എനർജി കുറയും. ബൈൻഡിങ് എനർജി കുറയുക എന്ന് പറഞ്ഞാൽ എനർജി ഈസ് ലോസ്റ്റ്. അതേപോലെ തന്നെ ഹെവിയർ ആയിട്ടുള്ളത് ലൈറ്റർ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും എനർജി ഈസ് റിലീസ്ഡ് ബിക്കോസ് ഫോർ ലൈറ്റർ ന്യൂക്ലിയസ് ബൈൻഡിങ് എനർജി ഈസ് ലെസ്. അപ്പോൾ ഹെവിയർ എന്നോ ലൈറ്റർ എന്നോ പറയുന്നത് ഒരു കമ്പാരിറ്റീവ് ടേമാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ടേമാണ് പാക്കിംഗ് ഫ്രാക്ഷൻ. പാക്കിംഗ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ പാക്കിംഗ് ഫാക്ടർ എഫ്. ആൻഡ് എഫ് ഈസ് ഡിഫൈൻഡ് ആസ് ഡെൽറ്റ എം ബൈ എ. ഡെൽറ്റ എം എന്താണ്? ഡെൽറ്റ എം ഇസ് ദ മാസ് ഡിഫെക്റ്റ് ആൻഡ് എ ഇസ് ദ മാസ് നമ്പർ. And this ratio is known as packing fraction, and it shows the average gain or loss of energy when packed inside the nucleus. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യുന്ന ആരൊക്കെയാണ്? ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും അല്ലേ. അപ്പം അങ്ങനെ ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും കമ്പൈൻ ചെയ്യുമ്പോൾ എത്ര എനർജി ഗെയിൻ ആവുന്നുണ്ട് അല്ലെങ്കിൽ എത്ര എനർജി ലോസ് ആവുന്നുണ്ട്? ചിലപ്പോൾ ഗെയിൻ ആയിരിക്കും, ചിലപ്പോൾ ലോസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എനർജി ഗെയിൻ അല്ലെങ്കിൽ എനർജി ലോസ് വെൻ ദീസ് ന്യൂക്ലിയോൺസ് ആർ പാക്ഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് പാക്കിംഗ് ഫ്രാക്ഷൻ. ആൻഡ് ഇൻ ടേംസ് ഓഫ് ഇക്വേഷൻ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ മാസ് ഡിഫെക്റ്റ് ടു ദ മാസ് നമ്പർ. പാക്കിംഗ് ഫാക്ടറും സ്റ്റെബിലിറ്റിയുമായിട്ടും റിലേറ്റഡ് ആണ്. ആൻഡ് ദിസ് ഇസ് ദ കർവ്, ആസ്റ്റൺ കർവ്. ആസ്റ്റൺ എന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിലുള്ള കർവാണ് ആസ്റ്റൺ കർവ്. ആൻഡ് ഇൻ ദ എക്സ് ആക്സിസ് ദർ ഇസ് ദ മാസ് നമ്പർ ആൻഡ് ഇൻ വൈ ആക്സിസ് എഫ്. എഫ് എന്താണ്? പാക്കിംഗ് ഫ്രാക്ഷൻ. അപ്പോൾ എഫിൻ്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് ഇത് 10⁴ ടൈംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് മാഗ്നിഫൈ ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസ്
സ്കെയിൽഡ് ആണ്, 10⁴ കൊണ്ട് സ്കെയിൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ടു മാഗ്നിഫൈ എഫ്, എഫ് ഇസ് എ വെരി സ്മോൾ വാല്യൂ. എക്സിൽ മാസ് നമ്പറാണ് 20, 40, 60, 80, 100 etc. up to 220. അപ്പോൾ ഇതാണ് 0, വൈ ആക്സിസിൽ 0, ദെൻ ഇത് നെഗറ്റീവ് വാല്യൂ ആണ് -10, പോസിറ്റീവ് വാല്യൂ 10, 20, 30, 40. And the form of graph is like this. And ഈ ഒരു റീജിയനിൽ നെഗറ്റീവ് വാല്യൂ ആണ്, ഈ റീജിയനിൽ നെഗറ്റീവ് വാല്യൂ ആണ് പാക്കിംഗ് ഫാക്ടറിൻ്റെ. ആൻഡ് നെഗറ്റീവ് എഫ് മീൻസ് സ്റ്റെബിലിറ്റി. എഫ് നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എം എസ് നെഗറ്റീവ് അല്ലേ. എഫ് നെഗറ്റീവ് ആവുക എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എം ഈസ് നെഗറ്റീവ്. ഡെൽറ്റ എം നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ മാസ് ഈസ് ലോസ്റ്റ് while the nucleus is formed, and that negative packing factor means stability. അപ്പോൾ കൂടുതൽ മാസ് ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബൈൻഡിങ് എനർജി അത്രയും കൂടുകയാണ്. ദാറ്റ് മീൻസ് മോർ സ്റ്റേബിൾ. അപ്പം നെഗറ്റീവ് പാക്കിംഗ് ഫാക്ടറാണ് സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നത്. പോസിറ്റീവ് എഫ് മീൻസ് ലെസ് സ്റ്റേബിൾ. ഇവിടെ സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതൊക്കെ എലമെൻറ്റ്സ് ആണ്? 20യെക്കാട്ടിലും കൂടുതലുള്ള, അതുപോലെ ഒരു 200ന് താഴെ നിൽക്കുന്ന ബിറ്റ്വീൻ 20 to 200 എ വരുന്ന ന്യൂക്ലിയസ് ആണ് കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ടുള്ളത് അല്ലേ. ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഏതാണ്? 20യെക്കാട്ടിലും കുറവുള്ളത്, വിച്ച് ഇസ് ഹാവിങ് പോസിറ്റീവ് പാക്കിംഗ് ഫാക്ടർ. പിന്നെ പോസിറ്റീവ് ഫാക്ടർ വരുന്നത് ഇതിനാണ് മോർ ദാൻ 200 അല്ലേ. എ 200നെക്കാളും കൂടുതലുള്ള ന്യൂക്ലിയസിൻ്റെ കേസിലും പാക്കിംഗ് ഫാക്ടർ പോസിറ്റീവാണ്. ഈ ഒരു ഡോട്ടഡ് ലൈനാണ് 0 ലൈൻ. ദിസ് ഇസ് ദ 0 ലൈൻ. ഇപ്പോൾ 0യുടെ ബിലോ നെഗറ്റീവ് എഫ്, അതുപോലെ 0യുടെ മുകളിൽ പോസിറ്റീവ് എഫ് ഉള്ള രണ്ട് റീജിയനുണ്ട്, ബിലോ 20 ആൻഡ് എബവ് 200, ആൻഡ് ദേ ആർ ലെസ് സ്റ്റേബിൾ. പോസിറ്റീവ് എഫ് മീൻസ് സ്റ്റെബിലിറ്റി ഈസ് ലെസ്. അപ്പോൾ സ്റ്റെബിലിറ്റി നമ്മൾ രണ്ട് കർവിനെ റെഫർ ചെയ്ത് പറയുന്നുണ്ട്. വൺ ഇസ് ദ ബൈൻഡിങ് എനർജി കർവ് ആൻഡ് അനദർ ഇസ് ദ പാക്കിംഗ് ഫ്രാക്ഷൻ കർവ്, ആസ്റ്റൺ കർവ് ഫോർ പാക്കിംഗ് ഫ്രാക്ഷൻ.